നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കച്ചേരിക്കടവിലാണ്. കച്ചേരിക്കടവിൽ ഇതിനു മുന്നേ നമ്മളൊരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു ഇവിടുത്തെ ആനശല്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ആന ഇവിടെ ഇറങ്ങി ഒത്തിരി കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിച്ച ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു പറമ്പ് മൊത്തം നശിപ്പിച്ച് ഒത്തിരി തേക്കും കശുമാവും ഒക്കെ നശിപ്പിച്ചൊരു കാഴ്ച അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ വീണ്ടും കച്ചേരിക്കടവിൽ തന്നെയാണുള്ളത്. അതേ സ്ഥലത്ത് അതേ വഴി കൂടെ തന്നെ ആന വീണ്ടും ഇറങ്ങി റോഡിന് മറുവശത്തുള്ള പറമ്പിൽ കൂടെയൊക്കെ കയറി ഒത്തിരി കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും നാട്ടുകാരുടെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ശല്യമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ആ സ്ഥലത്തേക്കൊന്ന് പോയി നേരിട്ട് നമുക്ക് ആ സ്ഥലം ഒന്ന് നേരിട്ടൊന്ന് കാണാം. നമുക്ക് ഈ പ്രദേശവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ആ പറമ്പിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അമൽ മാത്യു. ഇതിൻ്റെ സ്ഥലത്തിന് ഓണറാ അല്ലേ? അതെ അതെ. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് ആന ഇറങ്ങിയ? സമയം കൃത്യം അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. രാവിലെ അറിയുന്നല്ലേ? രാവിലെ അറിയുന്നത്. രാവിലെ സ്ഥലത്ത് പോയി നോക്കുമ്പോഴാണ് അറിയുന്നത്. ഒത്തിരി നാശനഷ്ടം വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ. തെങ്ങ്, കവുങ്ങ്, പിന്നെ വാഴ ഒക്കെ കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നമുക്കിനി ആ ഒരു സ്ഥലത്തേക്ക് നേരിട്ട് പോകാം കേട്ടോ. ഇതാണ് കച്ചേരിക്കടവ് മുടിക്കയം റോഡാണിത്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയ ആ ഒരു വഴി ഇതാണ്. രണ്ടാമത് നമ്മൾ പോയ ആ ഒരു വഴി ഇതാണ്. നമുക്ക് പല എപ്പിസോഡ് കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അതേ സ്ഥലത്തു കൂടി തന്നെ ആന വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് റോഡിലൊക്കെ നമുക്ക് കാണാം ആന അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇങ്ങനെ ഈ ഒരു വഴിക്കാണ് കേട്ടോ. ആ ചങ്ങല കിടക്കുന്ന വഴിയുണ്ടാകും. നമ്മൾ അതിലെയാണ് നമ്മൾ അന്ന് താഴേക്ക് പോയി അവിടുത്തെ ആ ഒരു പറമ്പൊക്കെ നശിപ്പിച്ച് ആ ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടത്. അതായത് ആന അവിടെ നിന്ന് കയറി വന്ന് വാഴയൊക്കെ കളഞ്ഞ് ഇങ്ങനെ റോഡിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്. ഈ ചങ്ങല പൊട്ടിച്ചാ? ഈ ചങ്ങല പൊട്ടിച്ച് അതിലെ ക്രോസ് ചെയ്ത് വരുവായി. റോഡ് ക്രോസ് ചെയ്ത്, കാരണം വണ്ടിയൊക്കെ പോകുന്ന റോഡാണ്. 10 മണിക്ക് ശേഷമാണെങ്കിൽ ഇതിലെ വണ്ടികൾ പോകുന്ന വഴിയാണ്. ഈ ചങ്ങല പൊട്ടിച്ചാട്ടോ ആന ഇങ്ങോട്ട് വന്ന്. ചങ്ങല പൊട്ടിച്ചിട്ടാണ് ആന ഇങ്ങോട്ട് വന്നത്. നമ്മളന്ന് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ പോയ ഒരു സ്ഥലമായിരുന്നു ഇതിൽ ഇങ്ങനെ താഴേക്ക്. അതേ വഴി കൂടെ തന്നെ ആന ചങ്ങല പൊട്ടിച്ച് വാഴയൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. കണ്ടോ, റോഡ് ക്രോസ് ചെയ്ത് ഒത്തിരി വണ്ടി പോകുന്ന ഒരു റോഡാണ്. ഇതിവിടം തൊട്ട് തുടങ്ങിയേക്കുവാ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടാ പോയെ? പിന്നെ ഇതിലെ നമ്മുടെ പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കാണിച്ചു. ഏതായാലും പുള്ളി തന്നെ കൊണ്ട് കാണിക്കും കേട്ടോ എല്ലാവരും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഇതിലെ അല്ല, റോട്ടിൽ കൂടെ തന്നെ വന്ന് ഞാൻ കാണിച്ചു തരാം. വന്ന വഴി കാണിച്ചു തരാം. നമ്മൾ ആ പറമ്പിലേക്കാണ് കേട്ടോ. ആ പറമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ മെയിൻ റോഡിൽ കൂടെ വന്ന് അതിലെ ഇറങ്ങുവാണ് ചെയ്തത്. ഈ വഴി ഇറങ്ങും അല്ലേ? അവിടെ കാണാം വാഴയും കാര്യങ്ങളൊക്കെ. ഇവിടെയും വാഴ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, ഇവിടെയും വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിലെ മെയിൻ റോഡാണത്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കച്ചേരിക്കടവിലാണ്. കച്ചേരിക്കടവിൽ ഇതിനു മുന്നേ നമ്മളൊരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു ഇവിടുത്തെ ആനശല്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വാഴ കളഞ്ഞ് നമ്മുടെ ആ പറമ്പിൽ കൂടെ തന്നെ, അതായത് കണ്ടമാണ്, അതിലെ കൂടെ തന്നെ മുമ്പോട്ട് വന്ന് അവിടെയും വാഴയും തെങ്ങ് കാര്യങ്ങളൊക്കെ. അല്ല, ഇതിലെ തന്നെ പോവാം ആണല്ലേ? അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ട ഇത്. ഓക്കെ, ആ സ്ഥലം നമുക്ക് ലാസ്റ്റ് കാണാം. നമുക്ക് ഇവിടെ ഇപ്പോൾ വാഴ, കവുക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായതാണ്. ഒന്ന് ആ സൈഡിൽ പോയാലോ? ഇതിലെങ്ങനെ പോകാൻ പറ്റുമോ? ഇതിലിറങ്ങും. ഇതിലാണ് ആന ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലോട്ട് കയറിയത്. അവിടെ കാണാത്തോളം ആന ചവിട്ടിപ്പോയ കാൽപ്പാട്. ഇതിൻ്റെ കുഴിയായി പോയി അല്ലേ? നോക്കി അവിടെ ഇതുണ്ട്. ഇതുണ്ടോ, ആന ഇങ്ങനെയാണ് ചവിട്ടി വന്നിരിക്കുന്നത്. ഈ തെങ്ങും ചരിച്ച് കളഞ്ഞല്ലേ?
തെങ്ങ് ചെരിച്ചു പോയി. അത് ചെരിഞ്ഞു പോയി. അതിനെ പിടിക്കുകയല്ല കേട്ടോ, അത് പോയി. കവുങ്ങ് കളഞ്ഞല്ലേ? കവുങ്ങ്, വാഴ. നമുക്കിതിൽ നടക്കാൻ പറ്റാത്ത പരുവത്തിനാക്കി കേട്ടോ. മൊത്തം ചവിട്ടി പറമ്പിലേക്ക് നമുക്ക് നടക്കാൻ പറ്റില്ല. മൊത്തം കുഴിയാക്കി കളഞ്ഞു. ഇത് എത്ര ആന ഉണ്ടെന്ന് വല്ലതും അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? എത്ര ആന ഉണ്ടെന്ന് അറിയത്തില്ല. ആണല്ലേ? ഒന്നിൽ കൂടുതലുണ്ടല്ലേ? ഒന്നിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. കാരണം ഒരു രാത്രി കൊണ്ട് ഏകദേശം ഒരു ഇത്രയും കളഞ്ഞല്ലേ? കുറേ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കവുങ്ങ്, തെങ്ങൊക്കെ കായ്ക്കുന്ന തെങ്ങ്, അതാണ്. കവുങ്ങിൻ്റെ ആയി വരുന്നേ ഉള്ളൂ. മെതിച്ചിട്ടേക്കുന്ന പോലെ നമുക്ക് കാണാട്ടോ. ഇവിടെ വാഴ കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ താമസമുള്ളതാണ്. എല്ലാം വീടുകളുള്ള സ്ഥലമല്ല? ജനവാസ മേഖല ഇത്. നമ്മൾ അന്നത്തെ എപ്പിസോഡ് കണ്ടിരുന്നു ആന എവിടുന്ന് ഇറങ്ങി വരുന്നതെന്ന്. ആ പുഴ കടന്ന് തന്നെയാണ് ആന ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെ നീ ഇങ്ങോട്ട് കയറിയാലോ? കംപ്ലീറ്റ് ഇങ്ങനെ കളഞ്ഞിരിക്കുന്നതാ. അതാണ് മെയിൻ റോഡ്. അവിടെ നിന്നാണ് ഇങ്ങനെ ആന ഇറങ്ങി വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൽ തന്നെ അങ്ങ് ആന ഒത്തിരി ദൂരം മുകളിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. ഇത് വയലാ? ഇത് കണ്ടോ? ഇവിടെ ഇതിനകത്ത് മെയിനായിട്ട് കവുങ്ങ്, വാഴയൊക്കെ വരുന്നത് ആണല്ലേ? പിന്നെ ഇതിലേ അങ്ങ് കയറി തോട് കടന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോയി ബാക്കി തെങ്ങ് കാര്യങ്ങളൊക്കെ നശിപ്പിക്കും. തോട് കടന്ന് നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടും പോയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വാഴ കളഞ്ഞൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം കേട്ടോ. മൊത്തം നാശകോശമാക്കിയിട്ടിരിക്കുന്നു. ഈ തെങ്ങൊക്കെ ചെരിച്ച് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തും വാഴ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ? കവുങ്ങ് മൊത്തം കംപ്ലീറ്റ് കളഞ്ഞേക്കാണ്. ഇങ്ങനെ തോട് കടന്ന് ഇങ്ങനെയാണ് ആന ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇവിടെ പുതിയ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നാലേ ഇതിലേ അങ്ങനെ കയറി പോയി. ഈ തെങ്ങ് കളഞ്ഞാലേ? ഈ തെങ്ങുണ്ട്, വാഴയുണ്ട്, അതിനപ്പുറത്ത് വേറൊരു തെങ്ങുണ്ട്. മറിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതൊരു തെങ്ങാണ്. ഇങ്ങോട്ടും കയറിയിട്ടുണ്ടല്ലേ? ഇവിടെ മുകളിലോട്ട് ഇവിടം വരെ കയറി ഇറങ്ങി വന്ന വഴിയാണ്. ഇവിടെ ഈ തെങ്ങും ആ വാഴ, പിന്നെ അവിടെ ഒരു ഇങ്ങനെ പോയില്ല. അതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങ് ആണല്ലേ? അവിടെ ഒരു തെങ്ങ് പോയി. വലിയ തെങ്ങല്ലേ? വലിയൊരു തെങ്ങ് അവിടെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. തെങ്ങിൻ്റെ ചോടടക്കം മറിച്ച് ഇട്ടേക്കുന്നു. ഇത് പക്ഷേ ഇതിന് തിന്നാൻ പറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഇതിലെനിക്ക് അങ്ങോട്ടല്ലേ അങ്ങോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. ഇതിലൊന്നും ചെയ്തിട്ടില്ല, അത് മറിച്ചിട്ടേ ഉള്ളൂ. മുകളിൽ വേറെ തെങ്ങിൽ ആണല്ലേ? അവിടുന്ന് പിന്നെ ഇതിലെങ്ങ് കയറി ഇങ്ങനെ കയറിയില്ലേ? മൊത്തം ചവിട്ടി നാശകോശമാക്കി വെച്ചിരിക്കും. പിന്നെ ഇതിലെ ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ആനച്ചൂരുണ്ട് കേട്ടോ. നന്നായിട്ട് ആനച്ചൂര് അടിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല കായ്ക്കുന്ന ഒരു തെങ്ങായിരുന്നു. വലിയൊരു തെങ്ങ് അല്ലേ? വലിയൊരു തെങ്ങ് കേട്ടോ. നോക്കുന്നത് മുഴുത്ത ഒരു തെങ്ങ്. തേങ്ങ കാണാം, അതിൻ്റെ ചുവട്ടിൽ ഇഷ്ടംപോലെ തേങ്ങ കിടക്കും. വാഴയും തെങ്ങും ഭയങ്കര ആനച്ചൂരല്ലേ? അത് വേറൊരു കശുമാവ്, അവിടെ വേറൊരു കശുമാവ് എടുത്തിട്ടുണ്ട്. ആനപ്പുണ്ടോ നടക്കുന്നു. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വീടുകളുള്ളോ? മുകളിലേക്കൊക്കെ വീടുകളുണ്ട്. ഇവിടെ അടുത്ത തെങ്ങ്, വീണ്ടും അടുത്ത തെങ്ങ് വന്നിരിക്കുകയാണ്. ആ തെങ്ങ് വീണ വീഴ്ചയ്ക്കായിരിക്കുമല്ലോ ഇത് പോയേ കശുമാവ്? അതെ. അവിടെ വേറൊരു തെങ്ങ് കൂടെ കളഞ്ഞിട്ടുണ്ട്. ഒത്തിരി കളഞ്ഞല്ലേ? മൊത്തം എത്ര തെങ്ങാണ് പോയേ? ഇതിപ്പോൾ മൊത്തം 6 തെങ്ങോളം പോയിട്ടുണ്ട്. 6 തെങ്ങല്ലേ? 6 തെങ്ങ് അല്ലേ? ഇതെല്ലാം ഒരു 10-20 വർഷം പ്രായമെങ്കിലുള്ള തെങ്ങല്ലേ? ഇതിപ്പം കായ്ക്കുന്നല്ലേ? എത്ര വർഷം പ്രായമുള്ള തെങ്ങായിരിക്കും ചേട്ടാ?
അത്ര ഉണ്ടല്ലേ? 50 വർഷം പ്രായമുള്ള തെങ്ങാട്ടോ പറഞ്ഞേക്കുന്നത്. വലിയ മുഴുത്ത തെങ്ങാണ്. ഇവിടെ ഇതേപോലെ തന്നെ. ഈ തെങ്ങിൻ്റെ എന്താ ഇത് തിന്നേക്കുന്നത്? ഇതിൻ്റെ അതിലല്ലേ ഒന്നും പോയതായിട്ട് കാണുന്നില്ല, ചുമ്മാ മറിച്ചിട്ടേക്കോ അല്ലേ? ഈ സാധനം അല്ലേ തെങ്ങിൻ്റെ കൂമ്പില്ലേ? പിന്നെ തേങ്ങ ചവിട്ടി പൊടിച്ചങ്ങ് ഇടുകയുള്ളൂ. തേങ്ങ ചവിട്ടി പൊടിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം തിന്നാനാട്ടോ അങ്ങനെ ഇത്രയും വലിയ അതും ബാക്കിയുള്ളത് തേങ്ങ ചുമ്മാ ചവിട്ടി പൊടിച്ചാൽ കളയുള്ളൂ. കളയോ അല്ലേ? ആർക്കും ഉപകാരമില്ല രീതിയിലാക്കും. ഭയങ്കര തന്നെ കേട്ടോ, പറയാതിരിക്കാം. ഇതൊന്നും എന്താ പുഴയോട് ചേർന്നുള്ള സ്ഥലമേ അല്ല. പുഴയെന്ന് കുറേ മാറി 1 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി റോഡ് കടന്നിട്ടുള്ള സ്ഥലം. റോഡ് കടന്നല്ലേ? പിന്നെ താഴേക്ക് പോയിട്ടുണ്ട്. പിന്നെ താഴെ അത്രയും പോയിട്ടില്ല. എനിക്കൊന്ന് കാണുന്നുള്ളൂ. അവിടെ ഒരു വാഴയില്ലേ, അത് കണ്ടോ? അവിടെ ഒരു വാഴക്കൂട്ടല്ലേ? അവിടെ വരെ ഇറങ്ങി തിരിച്ചു പോയത്. ഏതായാലും അതുകൂടെ കാണിച്ചേക്കാം. എന്തിനാ അതായിട്ട് കാണിക്കാതിരിക്കുന്നത്? ആ നീറുണ്ടോ കേട്ടോ? ആ അവിടെ ഒരു കവുങ്ങ് കളഞ്ഞിട്ടുണ്ടല്ലേ? ഒരു കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. അതേ വഴിക്കാൻ ആന പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ ഒരു കൂട്ടം തെങ്ങ് അല്ല ഒരു കൂട്ടം വാഴ കളഞ്ഞിട്ടുണ്ട്. ഇതാ അതിൻ്റെ ഇവിടെ ഈ തോട് കടന്നിട്ട് അവിടെ മുകളിൽ 2 വീടുകളുണ്ട്. എല്ലായിടത്തും വീടുകളും. രാത്രിയിലായതുകൊണ്ട് ഇതാരും അറിയില്ല. കവുങ്ങ് പൊട്ടിച്ചതാണ് ഈ കാണുന്നത്. വേണ്ട കവുങ്ങ്. അവിടെയും വാഴ കളഞ്ഞാണ് കേട്ടോ. ഇവിടം വരെ ആട്ടോ ആന ഇന്നലെ വന്നതാ. ഒരു കവുങ്ങ്, അപ്പുറത്ത് വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വല്ലാത്തൊരു സാഹചര്യം കേട്ടോ ഇവിടെയുള്ള. ഞാൻ നിങ്ങളുടെ പറമ്പ് തന്നെയാണ് ഇതിന് മുന്നേ 2 ആഴ്ച മുന്നേ വന്നിട്ട് താഴത്തെ ഭാഗത്ത് കാണിച്ചിരുന്നു. ഇവിടെ കുറേ തേക്കും കാര്യങ്ങളൊക്കെ, തേക്ക്, കശുമാവ് എല്ലാം പോയത് നശിപ്പിച്ചിട്ടുണ്ട്. അതിലെ തന്നെയല്ല ഞാൻ ഇങ്ങോട്ടും കയറി വരുന്നത്. അത് സ്ഥിരമായിട്ട് നശിപ്പിക്കുന്നുണ്ട് വഴിയല്ലേ? അപ്പം അവിടെ ഞങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കയറിയിരിക്കുന്നത്. വീടിനോട് ചേർന്ന് ചുറ്റും വീടുകളുള്ളതല്ലേ. ഇപ്പൊ നമുക്ക് ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തിരിയില്ല. ഇതിന്റെ പുറകിൽ 2 വീടുകളുണ്ട്. പിന്നെ ഈ റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ റോഡ് സൈഡോട് ചേർന്ന് മൊത്തം വീടുകളാണ്. ആൾപ്പാർപ്പുള്ള സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് കയറും. അങ്ങനെ പോയി വരും. അതെ. ഇതിന് മുന്നേ ഇവിടെ കയറിയിട്ടുണ്ടോ? ഇതിപ്പോ ഇവിടെ ആദ്യമായിട്ടാണ്. സാധാരണ നമ്മള് റോഡിന്റെ അവിടം വരെ ഒരു കലിങ്കിൻ റോഡില്ലേ, റോഡിൽ വരെ അവിടെ ഒരു കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ടത്തിന്റെ അവിടം വരെ വന്നിട്ട് പോവുക ചെയ്യുന്നത്. ഇതിപ്പോ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. ഇനിയിപ്പം അങ്ങോട്ട് ഇനിയിപ്പം വാഴയും കാര്യങ്ങളൊക്കെ വീടിന്റെ അടുത്തേക്ക് വാഴയും ഉള്ളതുകൊണ്ട്. അതെ. ഇതെല്ലാം ഒരു ഒറ്റ രാത്രി കൊണ്ട് നടത്തിയല്ലേ? ഇത് ഇന്നലെ രാത്രിയിൽ നടന്നതാണ്. ഇത് ഒന്നിൽ കൂടുതൽ ആന ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ആന എന്തായാലും ഉണ്ട്. കൊമ്പനാന രാത്രി നടന്ന കൊമ്പനാന ആയിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം ഇത്രയും തെങ്ങ് ഓടിച്ചുകൊണ്ട് അതെ വലിയ കൊമ്പനാന തന്നെ ആകാൻ സാധ്യത. എൻ്റെ സ്ഥലം കൊട്ടിയൂരാ. ഇതുണ്ടോ, ഇതുപോലെ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ. 10, 40, 50 വർഷം പഴക്കമുള്ള തെങ്ങാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ആന കാണിച്ചു വെച്ച പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. ചുവടോടെ പിഴുതിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. ഒന്നിലധികം ആനയുണ്ട് കേട്ടോ. ഇവിടെ പല സ്ഥലത്തും ആന കൂട്ടമായിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടമായിട്ട് തന്നെയാണ് ഇവിടെ ഇന്നലെ വന്നിട്ടുള്ളത്. ഏതായാലും വലിയ നാശനഷ്ടം തന്നെയാണ് ഇവിടെ വരുത്തിയിരിക്കുന്ന ആന. ഇതുപോലെ ഇഷ്ടംപോലെ തെങ്ങാട്ടോ ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. വലിയ ഒരു ഭയങ്കര ദുഃഖകരമായിട്ടുള്ള കാഴ്ച തന്നെ കേട്ടോ. എത്ര വർഷം നോക്കി വളർത്തിയ ഒരു തെങ്ങൊക്കെ ഇങ്ങനെ കളയാമെന്ന് പറയുമ്പോൾ അത് ഒറ്റ രാത്രി കൊണ്ട് ഒരു പ്രദേശം കാലിയാക്കി. അത് എത്ര ദൂരമാണ് കയറി വന്നിരിക്കുന്നത്. 1 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം
കയറി വന്നിട്ടാണ് ആന, റോഡും ക്രോസ് ചെയ്ത് വന്നിട്ടാണ് ആന ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആനതെ നിങ്ങൾക്ക് താഴെ കാണാം, നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണിത്. ഇതിലിങ്ങനെയാണ് കയറി മുകളിലേക്ക് പോയിരിക്കുന്നത്. തിരിച്ച് ഈ ഒരു വഴിക്കാണ് ആന ഇറങ്ങി പോയിരിക്കുന്നത്. കണ്ടോ അല്ല, ഇവിടെയൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ നടന്നിറങ്ങിപ്പോയ വഴിയാണ് ഈ കാണുന്നത്. പറമ്പ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. നടക്കാൻ പോലും നമുക്ക് ആ പറമ്പിൽ കിടന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി. ആ രീതിയിലാണ് പറമ്പാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇതിലാണ് ഇറങ്ങി വന്നത്. ഇതേപോലെ ഈ റോഡ് ക്രോസ് ചെയ്താണ് ആന ഇപ്പോഴത്തെ സൈഡിലോട്ട് പോയിരിക്കുന്നത്. ഒരു മെയിൻ റോഡാണ്, കച്ചേരിക്കടവ് മുടിക്കയം റോഡാണിത്. ഒത്തിരി വണ്ടികൾ രാത്രിക്കൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. ആ റോഡ് മുറിച്ച് കിടന്നത്. അതുകൊണ്ടാണ് ഈ വാഴയുടെ ഇലയൊക്കെ നമുക്കിവിടെ കാണുന്നത്. ഞാനിങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോയത്. കുറേ നേരം ഈ റോഡിൻ്റെ നടുക്ക് തന്നെ ആന നിന്ന് നിലം ഉറപ്പിച്ച രീതിയിലുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആന ഇറങ്ങിപ്പോയ, അതായത് ഈ പറമ്പിലേക്ക് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു വഴി ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ അവിടെ വാഴയൊക്കെ കിടക്കുന്നത്. അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ ഇവിടം വരെ വന്ന് ഇതിലെയാണ് ഈ കാണുന്ന പറമ്പിലേക്ക് ആന കയറി പോയത് കേട്ടോ. അല്ല, ഇതിലാണ് ആന ഇറങ്ങി താഴേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു വഴിക്കാണ് ഇങ്ങനെ പോയേക്കുന്നത്. അവിടെയൊക്കെ ഇഷ്ടംപോലെ വാഴയും മറ്റു സാധനങ്ങളൊക്കെ കണ്ടോ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിലൊക്കെ നടന്നിറങ്ങി പോയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആനയുണ്ട്. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്, ഒന്നിൽ കൂടുതൽ ആനയുണ്ട്. ഇതൊരാന പോയ പാട്, ഇത് മറ്റൊരാന പോയ പാടാണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ ആനയുണ്ട്, എന്തായാലും ഒന്നിൽ കൂടുതൽ ആനയുണ്ട് കേട്ടോ. അങ്ങനെ ഇതല്ല, 2 കാൽപ്പാടുണ്ട്. ഈ ഒരു വീടിൻ്റെ ചേർന്ന് കിടക്കുന്ന പറമ്പാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരെയാണ് ആന വന്നേക്കുന്നത്. ഇവിടെ എല്ലാം ജനവാസം. ഈ ഒരു പ്രദേശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാട്ടോ, ജനവാസ മേഖലയാണ്. റോഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലമാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളുള്ള ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലം. ഈ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് കയറി വന്നേക്കുന്നത്. ഈ ഒരു ഭാഗമാണ് പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അതുകൊണ്ടാണ് ആ ഒരു പ്രദേശമാണ് കൂടുതൽ ശല്യം. ഇങ്ങോട്ട് അധികം ഇല്ലായിരുന്നു. നമുക്ക് ഏതായാലും ഇവിടെ വേറെ ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് വിൽസൺ. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ഭയങ്കര ശല്യമാണ് ആന? ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പ്രദേശം, അതായത് കൂട്ടണ മുതൽ പാലത്തുംകട വരെയുള്ള ഭാഗത്ത് കർണാടക വനത്തിൽ നിന്നും കയറി വരുന്ന ആന നിരന്തരം ഈ പ്രദേശവാസികളുടെ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവാണ്. നമ്മൾ നിരന്തരം പരാതി കൊടുത്ത് ഈ പ്രശ്നങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയതിൻ്റെ ഫലമായി പുഴ സൈഡ് ചേർന്ന് സോളാർ വേലി, സോളാറിൻ്റെ ഹാങ്ങിങ് ഫെൻസിങ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1 വർഷം ത്തോളമായി സോളാർ ഫെൻസിങ് പാസ്സായി, അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നും പറഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വർഷത്തെ വലിയ മഴ കഴിഞ്ഞ് വെള്ളം കുറഞ്ഞതിന് ശേഷം 1 മാസത്തോളമായി എല്ലാ ദിവസവും ഈ പ്രദേശങ്ങളിൽ ആന കയറി കൃഷി നശിപ്പിക്കുകയാണ്. കർണാടക ഫോറസ്റ്റിൽ നിന്നും ബാരാപ്പോൾ പുഴ കടന്നാണ് ഈ ഭാഗത്തേക്ക് ആന കയറി വരുന്നത്. അപ്പോൾ ഈ ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് കൃഷിനാശം ഉണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ നാട്ടുകാർ അറിയിക്കുന്നത്. അപ്പോൾ 1 മാസമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഈ 7 കിലോമീറ്റർ ദൂരത്തിൽ കയറാത്ത ഒരു ദിവസങ്ങളില്ല. ഇപ്പോൾ ഇന്നലെ ഈ ഭാഗത്ത് ഈ ബേബിച്ചാറിൻ്റെ സ്ഥലത്ത് കയറിയത് പുഴയിൽ നിന്നും ഏകദേശം ഒരു 600-700 മീറ്റർ അകലെയാണ്. അപ്പോൾ പാലത്തുംകടയിൽ നിന്ന് കൂട്ടുപുഴയിൽ നിന്ന് പാലത്തുംകടയിലേക്ക് പോകുന്ന റോഡ് മുറിച്ച് കടന്ന് ആണ് ആന ഈ ഭാഗത്ത് കയറിയിരിക്കുന്നത്. വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫെൻസിങ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഒട്ടും വൈകിക്കാതെ ചെയ്തില്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്ക്, അതായത് റോഡിൽ നിന്നും റോഡ് മുറിച്ച് മേലോട്ട് കയറി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്ന് തെങ്ങ്, നല്ല കായ്ഫലമുള്ള തെങ്ങുകളടക്കം ഈ പ്രദേശത്തെ കൃഷി മുഴുവൻ നാശം വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്കിവിടെ മുന്നിൽ കാണുന്നത്. വീണ്ടും താമസങ്ങൾ ഉണ്ടാകുന്ന നടപ്പിൽ വരുത്താനുള്ള താമസങ്ങളും അതിന് എന്തെങ്കിലും തടസ്സങ്ങളും നേരിടുകയാണെങ്കിൽ ഞങ്ങൾ സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ഈ ഭാഗത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിട്ടി ഫോറസ്റ്റ് ഓഫീസ് ഞങ്ങൾ പിക്കറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കും.
ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ പ്രദേശത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രദേശമാണ്. വന്യമൃഗശല്യം കൊണ്ട് വളരെയധികം, പ്രത്യേകിച്ച് ആനേനെ കൊണ്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥലമാണ്. നമ്മളിതിന് മുന്നേ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആന ഇത്രയും സ്മൂത്തായിട്ട് ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആനയ്ക്ക് അവിടെ വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പുഴയിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന ഈ പറമ്പുകളിൽ കൂടെയൊക്കെ സ്ഥിരമാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കശുമാവ് അവിടെ പൂത്ത് കഴിഞ്ഞ് കശുവണ്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന ഈ പറമ്പുകളിൽ നിന്ന് മാറാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്രത്തോളം കർഷകരെ ദ്രോഹിച്ച് തന്നെയാണ് വന്യമൃഗശല്യം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.